ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഹാസ് സീൻഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2-ന്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ കേട്ടു നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ദേവി തന്റെ ജീവിതം ഇനി എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയിട്ട് വീണ്ടും ദേവമംഗലത്തോട്ട് വരാണ്. പക്ഷെ ദേവിയെ കണ്ട നമ്മുടെ മീനും ഇത്രയും പോലും ഒന്ന് ഞെട്ടിപ്പോവാണ്. പക്ഷെ ദേവമംഗലത്തെത്തി നമ്മുടെ ആനന്ദിന്റെ കാല് പിടിച്ച് കരയാണ് നമ്മുടെ ദേവി. ആനന്ദേട്ട, എന്നെ ഉപേക്ഷിക്കല് ആനന്ദേട്ട എന്ന് പറഞ്ഞ് ദേവി കെഞ്ചി ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ദേവി ആനന്ദിന്റെ കാല് പിടിച്ച് കരയുന്ന കണ്ടിട്ട് നമ്മുടെ ബാലച്ചൻ വന്നിട്ട് ആ ദേവിയുടെ കൈ തട്ടി മാറ്റുന്നു കേട്ടോ. ദേവിക്ക് അത് ഭയങ്കര ഒരു ഷോക്കായി പോവാണ്. കാരണം ഇന്ന് വരെ ബാലച്ചൻ ഇത്രയും ഒരു എതിര് അല്ലെങ്കിൽ ഇത്രയും ഒരു ദേഷ്യം തന്നോട് കാട്ടിയിട്ടില്ല. അപ്പൊ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോവുകയാണ് ദേവിക്ക്. അങ്ങനെ ഗോമതിയുടെ ഒക്കെ ആട്ടും തുപ്പും കേട്ട് അവസാനം നമ്മുടെ ശ്രീകലയും ഉദയഭാനും ദേവിയെ വിളിച്ചിട്ട്, മോളെ വാ മോളെ, നീ എന്തിനാ ഇവിടെ നിൽക്കണത്, നീ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ദേവിനെ പിടിച്ചുകൊണ്ട് അവര് ഒരു ഓട്ടോയെ കയറ്റി തിരിച്ച് വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ. ദേവിക്ക് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. തന്റെ ജീവിതം മൊത്തത്തിൽ പോയല്ലോ. ഇനി തനിക്ക് ആരാ ഉള്ളത്? വീട്ടുകാരും ഇല്ല, നാട്ടുകാരും ഇല്ല, സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാർ പോലും തന്നെ ഉപേക്ഷിച്ചു. താൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും ദേവിയുടെ മനസ്സിൽ കടന്നു വരേണ്ടോ. ദേവിക്ക് എന്ത് ചെയ്യണം എന്നുകൂടെ അറിയില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് കൂടെ വരുന്നുണ്ട്. അതായത് പെട്ടെന്ന് ദേവിയുടെ വീട്ടിൽ, അതായത് നമ്മുടെ ഉദയഭാനുവിന്റെ വീട്ടിൽ പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ത്രീകളെ ചെന്ന് നോക്കുമ്പോൾ ഒരു പോസ്റ്റ് ആൻഡ് രജിസ്റ്റേർഡ് കൊണ്ടുവന്നുണ്ട്. അതായത് ശ്രീദേവിക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറഞ്ഞ് രജിസ്റ്റേർഡ് ആയിട്ട് ഒരു ഇത് വരുന്നുണ്ട്. അപ്പം ശ്രീദേവി തന്നെ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ദേവി വന്ന് സൈൻ ചെയ്യണം. നമ്മുടെ ദേവി നോക്കുമ്പോൾ ഡൈവോഴ്സ് നോട്ടീസ് ആണ്. അതായത് ഇനി തന്റെ ജീവിതത്തിന് ഒരു പ്രതീക്ഷ പോലും ഇല്ല. അനന്തേട്ടൻ എന്നേക്കുമായിട്ട് തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതി ദേവി അവിടെ കിടന്ന് തലയിൽ അടിച്ച് കരയാൻ കേട്ടോ. ദേവിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ആ ഒരു ഇത്. അപ്പൊ നമ്മുടെ ഉദയഭാനും നമ്മുടെ സ്ത്രീകളെയൊക്കെ ചോദിക്കുന്നുണ്ട്, മോളെ എന്താടി ദേ കണ്ടില്ലേ, നിങ്ങൾക്ക് സമാധാനം ആവട്ടെ, എന്നേക്കുമായിട്ട് ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിച്ചു, ഇനി ഞാൻ ആനന്ദേട്ടന്റെ ജീവിതത്തിലില്ല, ഇനി ദേവി ദേവമംഗലത്ത് ഒരിക്കലും ഉണ്ടാവില്ല, അമ്മയ്ക്ക് മതിയായില്ലെന്ന് പറഞ്ഞ് ദേവി അങ്ങ് ഭയങ്കരമായിട്ട് കരയുന്നു കേട്ടോ. ഉദയഭാനുവിനും ആകെ ഇതായി പോയി. അവൻ എന്നാലും ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞിരുന്നാലും ചെയ്യൂന്ന് ഞാൻ കരുതിയില്ല ശ്രീകലയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീകലയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ശ്രീകല എന്ത് ചെയ്യും, നേരെ ഉദയഭാനുവിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിലോട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അതായത് തന്റെ മകളെ വിവാഹം കഴിച്ചിടത്ത് ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ തന്റെ മകളെ പീഡിപ്പിക്കുകയും തന്റെ മകളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ വരെ അവര് കൊല്ലുകയും ചെയ്തു. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ മകളെ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് എന്റെ മകളെ കൈക്ക് പിടിച്ച് പുറത്താക്കി തള്ളുകയും ചെയ്തു. നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ തള്ളി, അവിടത്തെ അമ്മായിയമ്മ എന്റെ മരുമകന്റെ അമ്മ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ഒക്കെ എഴുതി കൊടുക്കാനായിട്ടോ. പക്ഷെ ഇത് ദേവമംഗലത്ത് വലിയൊരു അടിയായി പോവാണ്. പക്ഷെ ഇതേ സമയം നമ്മുടെ ധർമ്മന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുന്നുണ്ട്. തനിക്ക് ദേവമംഗലത്തോട്ടൊന്ന് പോയി താമസിച്ചാലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോഴും അവിടുത്തെ അവസ്ഥ ആ രീതിയിലുള്ളതാണ്. ആർക്കും ഒരു സമാധാനം ഇല്ല. പക്ഷെ ധർമ്മന് ഒരു കാര്യം ഉറപ്പായിരുന്നു ദേവിയുടെ കാര്യം ഒരു പക്ഷേ നമ്മുടെ ഉദയഭാനു അല്ലെങ്കിൽ ശ്രീകലയും പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ശരിയായിരിക്കാം. അവരുടെ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി അവർ അങ്ങനത്തെ നുണകൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ദേവി അതിൽ ചിലപ്പോൾ നിരപരാധിയായിരിക്കും. കാരണം ദേവിയെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തില്ല. അവള് സത്യസന്ധതയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. കാരണം അതിന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇനി ഈ പറഞ്ഞതല്ല, അതായത് വിദ്യാഭ്യാസം MA ലിറ്ററേച്ചർ ആണ് അതാണ് എന്നൊക്കെ പറഞ്ഞത് പിന്നെ തിരുത്തി പറയാനുള്ള ഒരു അവസരം അവൾക്ക് കിട്ടിക്കാണില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ധർമ്മൻ പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അച്യുതനും നമ്മുടെ അനന്തനും കൂടെ ധർമ്മന്റെ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഭയങ്കര സെറ്റാക്കി എല്ലാ പരിപാടികളും കഴിയാറായി. അപ്പൊ ഈ വരുന്ന സൺഡേ അതിന്റെ ഓപ്പണിംഗ് ചെയ്യാനായിട്ട് വേണ്ടുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ധർമ്മന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ഈ സമയത്ത് എല്ലാം കൊണ്ടും ഒരു ഷോപ്പ് തുടങ്ങണു, പിന്നെ ബാളിയനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള പല പല ചിന്തകൾ ധർമ്മന്റെ മനസ്സിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പൊ ധർമ്മൻ മനസ്സിലോർത്തു, ഇനിയിപ്പോ എന്താ ചെയ്യണേ. അങ്ങനെ അനന്തനും ധർമ്മനും വന്നിട്ട് പറഞ്ഞത് എല്ലാ പണികളും തീരാറായി, ഇനി
നിനക്കാരെങ്കിലും വിളിക്കാനോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നീ പോയി വിളിക്കണം. കാരണം നമ്മുടെ ഉദ്ഘാടനം ഗംഭീരമായിരിക്കണം, നാലാൾ അറിയണം എന്ന രീതിയിൽ നല്ലൊരാളെ കൊണ്ടുവരാ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. നിനക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കാനുണ്ടെങ്കിൽ നീ വിളിച്ചോ. അപ്പൊ ധർമ്മൻ അനന്തേട്ടന്റെ അടുത്തും അച്ചുവേട്ടന്റെ അടുത്തും പറയും, എനിക്ക് അളിയനെ പോയി ഒന്ന് കണ്ട് അവിടെയുള്ളവരെ ക്ഷണിക്കണം. ഓ പിന്നെ നിന്റെ ഒരു അളിയൻ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങള് വേറെ നാട്ടുകാരെ പോയി വിളിക്ക്. എന്തിനാ നീ ദേവമംഗലത്ത് നിന്നെ വെറും കള്ളനാക്കി മുദ്ര കുത്തിയിട്ട് നട്ടപ്പാതിര നോക്കി ഇറക്കി വിട്ടവരല്ലേ, അവരെ മുന്നിൽ ചെന്ന് വീണ്ടും നിനക്ക് നാണാവണല്ലേ എന്നൊക്കെ പറഞ്ഞ അച്യുതൻ പറയുന്നുണ്ട്. അപ്പൊ അനന്തം പറഞ്ഞു, ഇല്ല അവൻ പറയുന്നതിലും കാര്യമുണ്ട്, കുറെ നാൾ അവരെ കൂടെ അവൻ നിന്നതാണ്, അപ്പൊ അതുകൊണ്ട് അവന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നു, അവൻ ചെയ്യട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ധർമ്മൻ ദേവമംഗലത്തോട്ട് തിരിച്ച് കാലുകുത്തേന് അവരെ ക്ഷണിക്കാനായിട്ട്. അങ്ങനെ ധർമ്മൻ ചെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഗോമതിക്ക്, മോനെ ധർമ്മ നീ വന്നോടാ എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മൻ അകത്തോട്ട് കയറി. അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു, ബാലനും എല്ലാരും അവിടെ നിൽക്കാണ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കട ഞാൻ തുടങ്ങാൻ പോവാണ്, ഈ വരുന്ന ഞായറാഴ്ച അതിന്റെ ഉദ്ഘാടനമാണ്, നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അപ്പൊ ബാലൻ പറഞ്ഞു, എവിടെയാണെങ്കിലും നീ നല്ല രീതിയിൽ, നീയും നിനക്കൊരു കുടുംബമുണ്ട്, നീയും സുകന്യൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു കുടുംബമായിട്ട് നിങ്ങൾ ഇനി ഒരാളുടെ കീഴിലല്ല, നല്ല രീതിയിൽ തന്നെ വരട്ടെ, അതുകൊണ്ട് നന്നായി വരട്ടെ എന്നും പ്രാർത്ഥന ഉണ്ടാകും എന്നൊക്കെ ബാലൻ പറഞ്ഞു. എന്നിട്ട് ഗോമതി പറയുന്നുണ്ട്, ധർമ്മ നീ ഇങ്ങോട്ട് വരാവൂടാ, നീ എത്ര നാളെ ഇവിടെ നിന്ന് പോയിട്ട്, മോനെ ഇവിടെ നിൽക്കാടാ, നീ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മം പറഞ്ഞു, ശരിയാണ്, എന്റെ നിരപരാധിത്വം എന്റെ അളിയൻ തന്നെ തെളിയിച്ചു തന്നു, കാരണം ഞാൻ കള്ളനല്ല എന്നുള്ളത് ഇവിടെ എല്ലാവരുടെ മുന്നിലും തെളിഞ്ഞു. അപ്പോ എന്നെ കള്ളനല്ല എന്നാക്കാൻ നിങ്ങൾക്ക് ഇത്രയും നാള് തെളിവ് വേണമായിരുന്നു അല്ലെ, ആ തെളിവിനായിട്ട് നിങ്ങൾ കാത്തിരുന്നു എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ എന്നുള്ള രീതിയിൽ ധർമ്മം സംസാരിച്ചു. ശരി, ഞാൻ എന്റെ സത്യാവസ്ഥ തെളിച്ച് ഞാൻ തിരിച്ചു വരാം, പക്ഷെ ദേവിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പൊ എന്താ തീരുമാനിച്ചേക്കണെന്ന് ചോദിച്ചു. അപ്പൊ ബാലനും ഗോമതിയും പറഞ്ഞു, അവളുടെ കാര്യം നീ എല്ലാം അറിഞ്ഞതല്ലേ, ഒരു കോംപ്രമൈസിനും ഞങ്ങളില്ല, എന്റെ മോന്റെ ജീവിതം അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഇന്ന് ഈ അരച്ച് കലക്കിയിരിക്കണത്, എന്റെ മോന്റെ ജീവിതം പോയടാ ധർമ്മ, ഇനി ഞാൻ എന്തു ചെയ്യും, അവന്റെ ചങ്കു പൊട്ടിയുള്ള കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ധർമ്മം പറഞ്ഞു, ശരിയാണ്, ചിലപ്പോ ദേവിയുടെ അച്ഛനോ അമ്മയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഒരു പെൺകുട്ടിയുടെ കല്യാണം ആവുമ്പോ ചിലപ്പോ വയസ്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. പക്ഷെ അത് കരുതി ദേവിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, എന്നെ കുറ്റപ്പെടുത്തി നിങ്ങളിപ്പോ അത് തെറ്റല്ല, ധർമ്മന്റെ ഭാഗത്തല്ല തെറ്റെന്ന് കണ്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചു, നാളെ ഒരു പക്ഷെ നിങ്ങൾ ദേവിയുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ ആ അവസ്ഥ വളരെ ദയനീയമാണ് അളിയ. അതുകൊണ്ട് ഞാൻ പറയാണ്, ദേവിയോട് നിങ്ങൾ ചെയ്യുന്നത് വളരെ ക്രൂരമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഗോമതി പറയണ, എനിക്ക് ആരെന്ത് പറഞ്ഞാലും ധർമ്മ നീ ഈ ഒരു കാര്യത്തില് അവക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട, ചേച്ചി അവൾ എന്ത് തെറ്റാണ് ചെയ്തത്, ചേച്ചി എന്നെ പറഞ്ഞ് ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും അവള് സ്നേഹിക്കുക, അല്ലാണ്ട് അവൾ എന്ത് തെറ്റാണ് ചെയ്തത്, അവളുടെ അമ്മയും അച്ഛനും പറഞ്ഞ കള്ളത്തരങ്ങള് അവക്ക് തിരുത്താൻ പറ്റിയില്ല എന്നുള്ളതല്ലാണ്ട് അവള് സത്യസന്ധതയ്ക്ക് മാത്രം നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ചേച്ചി, അവളെ കുറ്റപ്പെടുത്തി ചേച്ചി സംസാരിക്കരുത് എന്നൊക്കെ ധർമ്മം പറഞ്ഞു. ഞാൻ ദേവിയുടെ പക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നത്, കാരണം ദേവിയെ നിങ്ങൾ അറിയാവുന്നത് പോലെ തന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് ഞാന്, അതുകൊണ്ട് ഒരിക്കലും ദേവിയെ കുറ്റപ്പെടുത്തി ചേച്ചി സംസാരിക്കരുത് എന്നൊക്കെ പറയൂട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോമതിക്കും ഒരു വല്ലാത്ത ഒരു ഇതായിപ്പോയി, കാരണം എന്ത് ചെയ്യും എന്നുള്ളത് എന്ന് വെച്ചാൽ ആകെ ഒരു മൊത്തത്തില് ദേവിയെ അവരെ കുടുംബത്തിന് കയറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ധർമ്മം പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് വേണം ദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, നമ്മുടെ മോന്റെ കാര്യം കൂടെയാണ്, അവന്റെ ജീവിതമാണ്, കാരണം അവളുടെ ഭാഗത്ത് നിന്നും വേറൊരു രീതിയിലുള്ള ഒരു പാളിച്ചയും ഇന്ന് വരെ ഞാൻ നോക്കിയിട്ട് സംഭവിച്ചിട്ടില്ല, ഈ തെറ്റുകളൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്ന തെറ്റേ ഉള്ളൂ, അതുകൊണ്ട് അളിയനും ചേച്ചിയും ഇത് ക്ഷമിച്ച് ദേവിയെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളതാണ് ധർമ്മന്റെ അഭിപ്രായം. ഇനി ദേവി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ അന്നേരം ആലോചിക്കാന്നും കൂടെ ധർമ്മം പറയും. അത് കേട്ടപ്പോ ഗോമതിക്കൊക്കെ ആകെ ഷോക്കായിപ്പോയി, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല, ആകെ ഒരു ഇതായിപ്പോയി. കാരണം ധർമ്മൻ വന്ന് ദേവിക്ക് വേണ്ടി ഇത്രയും വാദിക്കുമ്പോ അതിൽ എന്തെങ്കിലും ശരി ഉണ്ടാകും എന്നുള്ളത് ബാലന് മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, ഒരു പക്ഷെ നമ്മൾ ദേവിയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കണം, കാരണം ദേവിയുടെ സാഹചര്യം അതായിരുന്നു, 100 കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു കല്യാണം നടത്തണു, കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയാണ് എന്ന് ദേവി എന്ത് ഇതിൽ പറയും, അതിനുള്ള ഒരു ഇത് കിട്ടിയില്ല ദേവിക്ക്. അതിന്റെ ഇടയിൽ കുഞ്ഞു
നഷ്ടപ്പെട്ടു. പിന്നെയും വീണ്ടും ആനന്ദേട്ടൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം പിന്നെ വരാൻ പോണു എന്ന് അറിഞ്ഞപ്പോ എന്നോട് ക്ഷമിച്ചു. അങ്ങനെയാണ് പിന്നെ വീണ്ടും കുഞ്ഞ് നഷ്ടപ്പെടുന്നത്. അതും ദേവി കാരണമല്ല, അതും ഈ ദേവമംഗലക്കാര് കാരണം, അവരെ കുടുംബക്കാര് കാരണം തന്നെയാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. അപ്പൊ എല്ലാം കൊണ്ടും ദേവിയോട് ചെയ്തത് ഒരു അനീതിയാണെന്നുള്ള ബോധം അപ്പോഴെല്ലാവർക്കും വരുന്നുണ്ട്. അപ്പൊ ധർമ്മൻ പോയതിന്റെ പിറകെ തന്നെ മീനാക്ഷി പറഞ്ഞു, ധർമ്മമാമൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരക്ഷരം പ്രതി പോലും തെറ്റില്ല. കാരണം ധർമ്മമാമൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ദേവിയേട്ടത്തെ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നാൽ നമ്മളാണ് ദേവിയേട്ടത്തോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത്. ദേവിയേട്ടത്തെ ചെയ്ത് അല്ലെങ്കിൽ അവരെ വീട്ടുകാരും ചെയ്തത് ഒന്നോ രണ്ടോ നുണകൾ പറഞ്ഞു, പ്രായത്തിന്റെതും വിദ്യാഭ്യാസത്തിന്റെയും സ്വത്തിന്റെയും കാര്യങ്ങള്. പക്ഷെ ദേവിയേട്ടത്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ദേവിയേട്ടത്തിയുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടത്. അത് ആര് കാരണമെന്ന് അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും അല്ല അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ ഗോമതിക്ക് പിന്നെ ഒന്നും മിണ്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഏറ്റവും കൂടുതൽ ദേവിയോട് വിരോധവും വിദ്വേഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗോമതിയാണ്. ഗോമതിക്ക് ഭയങ്കര വാശിയായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നല്ലോ എന്നുള്ള രീതി ഓർത്ത് അങ്ങനെ ഗോമതി അകത്ത് പോയി കരയാണ്. ബാലനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് മീനാക്ഷി പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ദേവിയേട്ടത്തിന്റെ ആനന്ദേട്ടന്റെ ജീവിതം ഇനി അങ്ങും ഇങ്ങുമായി പോകാൻ പാടില്ല. അതിനൊരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ആലോചിക്കണം. അപ്പൊ ഈ സമയം നമ്മുടെ മിത്രയും മീനാക്ഷി ആലോചിക്കുന്നുണ്ട്. ദേവിയേട്ടത്തി രണ്ടാമത് വന്ന സമയത്താണെങ്കിലും അമ്മയ്ക്കൊന്ന് കേറ്റാമായിരുന്നു, ദേവിയേട്ടത്തിയോടൊന്ന് ക്ഷമിക്കാമായിരുന്നു. അപ്പച്ചി എന്ത് ഇങ്ങനെയെന്ന് മിത്ര മീനാക്ഷിയോട് ചോദിക്കണം. അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട്, മോളെ കാരണം എന്തെന്ന് നിനക്കറിയില്ലേ, അമ്മ നമ്മളെ കാട്ടിൽ ഇപ്പൊ നിന്നെയോ എന്നെയോ ഇങ്ങറ്റം അനുവിനെ കാട്ടി പോലും കൂടുതൽ ദേവീനെ സ്നേഹിച്ചിട്ടുണ്ട്. പണ്ട് ഏതോ ഒരു കമ്പനിയിലൊക്കെ ജോലിക്ക് പോവുകയും സ്കൂളിൽ ടീച്ചറായിട്ടൊക്കെ പോകുന്ന സമയത്ത് ദേവിയേട്ടത്തെ ചോറ് തിന്ന് കാണുമോ, അല്ലെങ്കിൽ ദേവിക്ക് വണ്ടി കിട്ടി കാണൂലേ, ദേവി എന്താ ലേറ്റ് ആവണേ, അതൊക്കെ ഓർത്ത് എന്നെ പോലും വിളിച്ചിട്ടുണ്ടെന്ന് മീനാക്ഷി പറയാം. കാരണം അമ്മയ്ക്ക് അത്ര ഒരു ഇതായിരുന്നു. പണം കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ വിദ്യാഭ്യാസം കണ്ടിട്ടോ ഒന്നുമല്ല, ദേവിയേട്ടത്തിന്റെ ആ സ്വഭാവം അത് അമ്മയ്ക്ക് അത്ര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം ആ ദേവിയേട്ടത്തി ഇത്രയും വലിയൊരു ചതി ഈ കുടുംബത്തിനോട് ചെയ്തു എന്ന് വന്നപ്പോ അമ്മയ്ക്ക് അത് സഹിക്കാനായില്ല. അതാണ് അമ്മയ്ക്ക് ഇത്രയേറെ ദേഷ്യം മോളെന്ന് മിത്രയോട് മീനാക്ഷി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഇനി വരുന്ന സീനിൽ ഇതൊക്കെയാണ്. ധർമ്മൻ മുന്നിട്ടിറങ്ങി തന്നെ നമ്മുടെ ദേവിയുടെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കുക. പക്ഷെ ദേവമംഗലക്കാർക്ക് കുറച്ചും കൂടെ ഒരു ദേഷ്യം വരുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഈ ദേവിയുടെ വീട്ടുകാർ ചേർന്ന് നമ്മുടെ ആനന്ദിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുന്നു, സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം എന്നുള്ള രീതിയിൽ. അപ്പം എന്ന് വെച്ചാൽ സ്ത്രീധനം വീണ്ടും ചോദിച്ച് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കണു എന്ന രീതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കേസ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അത് ഭയങ്കര ഒരു അകൽച്ചയ്ക്ക് സാധ്യതയാവുന്നുണ്ട്. പക്ഷെ എങ്കിലും ധർമ്മൻ മുൻകൈ എടുത്ത് ദേവിയുടെയും ആനന്ദിന്റെയും ജീവിതത്തിന് ശരിക്കുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസ് തന്നെ ധർമ്മൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. നമ്മുടെ ദേവിയുടെയും ആനന്ദിന്റെയും ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് എത്തുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ സാന്ത്വനം 2ന്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൃത്യം 9 മണിക്ക് നമ്മുടെ മഴതോറും മുമ്പേടെ അടുത്ത് ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.